കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രിൻസിപ്പലിനും വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിനും സസ്പെൻഷൻ. റാഗിംഗ് തടയുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, പ്രിൻസിപ്പലിനും വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർക്കും എന്ത് കാരണം കണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി എന്തെല്ലാം അപാകതകൾ ഇവരുടെ ഭാഗത്ത് സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്? ആദ്യഘട്ടത്തിൽ തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് കോട്ടയത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളതായി ഒരു വിവരമുണ്ടായിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് രാവിലെ ഉണ്ടാവുകയുണ്ടായിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നതും തുടർന്ന് സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ എ.ടിക്കും അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണിക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ നടപടി എടുത്തിട്ടുള്ളത്. റാഗിംഗ് തടയുന്നതിലും കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതിലും വീഴ്ച പറ്റി എന്ന കണ്ടെത്തലാണ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഇവർക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്ന് പറയുക. പ്രാഥമികമായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കുമെതിരെ നടപടി എടുത്തിട്ടുള്ളത്. കൂടാതെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി അടിയന്തരമായി നീക്കണം എന്ന നിർദ്ദേശവും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട്. ആ നടപടിയും ഉടനടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആഷിഖ്.